എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ചാറ്റ് ജി പി ടി, കോ പൈലറ്റ് ഇതുപോലത്തെ ടൂൾസുകളെല്ലാം എഫക്റ്റീവ്ലി റിസർച്ചിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ചാറ്റ് ജി പി ടിയും കോ പൈലറ്റും നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ റിസർച്ചിന് ഭയങ്കര അസിസ്റ്റൻസ് കിട്ടുന്ന സംഭവമാണ്. അപ്പം ഇതിലിപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് പുതിയൊരു ടോപ്പിക്ക് എന്തെങ്കിലും ഒരു സ്റ്റഡി വേണമെങ്കിൽ ചാറ്റ് ജി പി ടിയുടെ സഹായത്തോടെ നമുക്ക് ചോദിക്കാം. സജസ്റ്റ് ഇതുപോലെ ന്യൂ ഐഡിയാസ് നമുക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ ഐഡിയാസ് കിട്ടും. അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് റിസർച്ച് റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോവൽ ഐഡിയാസ് ഇത് ചെയ്തു തന്നു. ഇതിൽ തന്നെ നമുക്ക് എക്സ്റ്റൻഷൻസ്, ഇപ്പോൾ സ്കൈ സ്പേസ് പോലത്തെ എക്സ്റ്റൻഷൻ യൂസ് ചെയ്താൽ ഇതിന് റിലേറ്റഡ് എന്തെങ്കിലും റിസർച്ച് ആർട്ടിക്കിൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് റിലേറ്റഡ് പേപ്പേഴ്സ് എല്ലാം ചോദിക്കാനും പറ്റും. പ്ലസ് ഇത് വായിക്കുമ്പോൾ ഒരു ജനറൽ സമ്മറി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തു വച്ചേക്കുന്ന സംഭവങ്ങളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതേ ടോപ്പിൽ തന്നെ നമുക്ക് ടൈറ്റിൽസ് യൂസ് ചെയ്യാം, സജഷൻ ചോദിക്കാം. അപ്പം അത് തന്നെ നമുക്ക് കുറെ സജഷൻസ് പറഞ്ഞു തരും. ഒരിക്കലും ചാറ്റ് ജി പി ടി, കോപ്പൈലറ്റിനൊന്നും ബ്ലൈൻഡ്ലി ഇത് ചെയ്യരുത്, ലൈക്ക് കോപ്പി പേസ്റ്റും ചെയ്യരുത്. ഇതെല്ലാം നമുക്ക് ഐഡിയാസ് കൂടുതൽ കിട്ടാൻ എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഇപ്പം ഇതിനെപ്പറ്റി നമുക്ക് ഐഡിയ ഇല്ല, ഇപ്പം ഈ ഒരു ടോപ്പിക്ക് എന്താണെന്ന് വലിയ ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഇതിന്റെ പ്രോംപ്റ്റ് കൊടുക്കുന്നത് അതനുസരിച്ച് ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ, സമ്മറൈസ് ദ ടോപ്പിക് ഫോർ എ 10th ക്ലാസ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു PhD സ്കോളർ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഏത് രീതിയിലും ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇങ്ങനെ ഒരു സമ്മറി നമുക്ക് തരുമ്പം ഇത് വളരെ സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ഈ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ കോപ്പൈലറ്റ് പോലെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും വലിയ ടോപ്പിക്കുകൾ ഈ റിസർച്ച് റിലേറ്റഡ് പേപ്പേഴ്സ് എഴുതുന്ന സമയങ്ങളിൽ ഇതിനോട് തന്നെ സമ്മറൈസ് ഷോർട്ട്ലി അല്ലെങ്കിൽ വെരി ഷോർട്ട്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് ഇത് നമുക്ക് സമ്മറൈസ് ചെയ്ത് തരും. അപ്പൊ അതെല്ലാം ഈ ഡാറ്റാസ് എല്ലാം കമ്പൈൽ ചെയ്ത് നമുക്ക് പേപ്പർ പബ്ലിക്കേഷൻസിനെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം ഈ റിസർച്ചിൽ നമുക്ക് ഈ DCM, ഡോക്ടർ കമ്മിറ്റി മീറ്റിംഗ് പോലുള്ള സംഭവങ്ങളിൽ നമുക്ക് പ്രപ്പോസൽസ് ഉണ്ടാക്കണം. അപ്പോൾ പ്രപ്പോസൽസ് ഉണ്ടാക്കാനാണെങ്കിൽ ഒരിക്കലും ഇതേപോലെ കോപ്പി പേസ്റ്റും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഐഡിയാസ് ഇത് പറഞ്ഞു തരും. ഇതെല്ലാം നമ്മുടെ പ്രോംപ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതുപോലെ ചാറ്റ് ജി പി ടി പോലുള്ള സംഭവങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിത്ത് ഇൻട്രൊഡക്ഷൻ, ഈവൻ നമുക്ക് പേപ്പർ റൈറ്റിംഗ് പോലും ഇതിനോട് ചോദിച്ചാൽ ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, ഏതൊക്കെയാണ് റിസർച്ച് ക്വസ്റ്റ്യൻസ്, അങ്ങനെ നമുക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ഇത് ചെയ്തു തരും. അപ്പോൾ ഇത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിനെ എഫക്റ്റീവ്ലി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാറ്റ് ജി പി ടി പോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഔട്ട്കം കുറയ്ക്കും, നമ്മുടെ തിങ്കിങ് ഇതെല്ലാം കുറയ്ക്കുമെങ്കിൽ പറയുമെങ്കിൽ പോലും ഈ സംഭവങ്ങളെല്ലാം പ്രോപ്പർലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതേപോലെ തന്നെയാണ് നമുക്ക് കോപ്പൈലറ്റ് എന്ന് പറഞ്ഞ എല്ലാ വിൻഡോസിലും കാണും. കോപ്പൈലറ്റും ഇതേ സെയിം സംഭവം തന്നെയാണ്. ഇതിൽ ഇതേ രീതിയിലുള്ള പ്രോംപ്റ്റ്സ് കൊടുക്കാം. ഇപ്പം ഏതെങ്കിലും വെബ് പേജുകൾ അല്ലെങ്കിൽ അതുപോലത്തെ സംഭവങ്ങളിലെല്ലാം നമുക്ക് ഈ കോപ്പൈലറ്റ്
എക്സ്പ്ലോറിലെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സ്റ്റൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേജിനോട് തന്നെ നമുക്ക് ഒരുപാട് വായിക്കാതെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു വെബ് പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇത് ഫുള്ളിരുന്ന് വായിക്കാതെ തന്നെ ഇപ്പൊ ഈ കോപൈലറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കോപൈലറ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പേജ് അല്ലെങ്കിൽ ദിസ് സൈറ്റ് കൊടുത്തിട്ട് സമ്മറൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പേജിലുള്ള കാര്യങ്ങൾ ഈ കോപൈലറ്റ് സമ്മറൈസ് ചെയ്ത് തരും. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇരുന്ന് ഒരുപാട് വായിച്ച് സമയം കളയേണ്ട, ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സമ്മറി ചെയ്ത് തരും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഇത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ റിസർച്ചിൽ നമുക്ക് വളരെ ആവശ്യം വരുന്ന കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ. ഇപ്പം നല്ലൊരു ശതമാനം പേർക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഇത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എല്ലാം ഇതിനോട് ചോദിച്ച്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ട് ഇത് എന്താണെന്ന് മനസ്സിലാത്തവർക്ക് സിംപ്ലി ഈ സാധനം കോപ്പി ചെയ്യുക, നേരെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, സമ്മറൈസ് അല്ലെങ്കിൽ ഫൈൻഡ് റിസൾട്ട് അതിലും പറഞ്ഞ് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇന്റർപ്രിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് അതിന്റെ റിസൾട്ട് ചെയ്തു തരും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്കും ഐഡിയാസ് കിട്ടും. അപ്പൊ അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രണ്ട് സാധനങ്ങളാണ് കോപൈലറ്റ്, ചാറ്റ് GPT. അതുപോലെ തന്നെ നമുക്ക് ഇതില് ലിറ്ററേച്ചർ റിവ്യൂസ്, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പൊ ഇത് കണ്ട ഇത് സമ്മറി ഓഫ് നമ്മുടെ റിസൾട്ട്സ്. ഇപ്പൊ ഇങ്ങനെ ആൾക്കുള്ള റിസൾട്ട്സിൽ പോസിറ്റീവ് സിഗ്നിഫിക്കൻറ്റ് റിലേഷൻ ആണോ വീക്ക് കോറിലേഷൻ ആണോ എന്നുള്ളതെല്ലാം ഇത് സമ്മറൈസ് ചെയ്ത് തരും. അതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഇതുപോലെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോപൈലറ്റിൽ ഇതിന്റെ സമ്മറി പ്ലസ് എങ്ങനെ ഏതൊക്കെ ഇതാണ് ഇതിൽ യൂസ് ചെയ്തത്, ലൈക്ക് ബയോമെഡ്, സെൻട്രൽ, നാച്ചർ ഇതുപോലത്തെ സൈറ്റുകളിലേക്ക് നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പോകാനും പറ്റും. ഇതിനോട് ഫർദർ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പം നല്ല പോലെയുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈവൻ ഗ്രാമർ ചെക്കിങ്, നമ്മൾ ഏതെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന സാധനം ചാറ്റ് GPTയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഗ്രാമർ ചെക്ക് അങ്ങനെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ആൻസർ എല്ലാം കിട്ടും. ഇതെല്ലാം നമ്മുടെ പ്രോംപ്റ്റ് എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് ചാറ്റ് GPT അല്ലെങ്കിൽ കോപൈലറ്റ് നമുക്ക് ആൻസേഴ്സ് തരും. അപ്പോൾ ഇത് മാക്സിമം നമ്മുടെ ഈ സ്റ്റഡീസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ എല്ലാം മാക്സിമം അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. താങ്ക് യു.